ആക്ട്രസ് മനീഷ സിനിമകളിൽ മാത്രമല്ല സീരിയലുകളിലും ഒക്കെ നമ്മൾ ഈ മനീഷയെ കാണാറുണ്ട്. അതിലുമപ്പുറം നമ്മുടെ ഒരു മുൻ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണ് ഈ മനീഷ എന്ന് പറയുന്ന വ്യക്തി. നിങ്ങളിൽ കുറെ പേർക്കൊക്കെ അറിയാമായിരിക്കും മനീഷയെ, അറിയാത്തവര് തമ്മിൽ കണ്ടല്ലോ. അപ്പോ ഈ മനീഷ ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം സെല്ലുലോയിഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹേമ കമ്മിറ്റി വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും അതിനകത്ത് ചർച്ച ആയിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് ആങ്കർ ആയിട്ട് വന്നിട്ടുള്ളത് അജിനാണ്. അജിൻ എൻ്റെ ഓൺലൈൻ മീഡിയ ഫീൽഡിലുള്ള കുറച്ച് സുഹൃത്തുക്കളിൽ ഒരാളാണ് അജിൻ. ഞാൻ അജിനെ ആദ്യമേ പരിചയപ്പെടുമ്പോൾ തന്നെ അജിനോട് ഞാൻ പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഒരു ഫോൺ കോളിൽ ഞാൻ അജിനോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അജിൻ ബ്രോ, എനിക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളൊന്നും, നിങ്ങൾ പറയുന്ന എല്ലാ കാര്യത്തോടൊന്നും യോജിക്കാൻ പറ്റാറില്ല. അതിപ്പോ ആർക്കും ഇപ്പൊ ഞാൻ പറയുന്ന എല്ലാ കാര്യത്തോടൊക്കെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും യോജിക്കാൻ പറ്റണമെന്നില്ല, അത് സർവ്വസാധാരണം. പക്ഷെ ഞാനത് അജിനോട് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഞാൻ അജിൻ ഈ ഒരു കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ചോദിച്ച ഒരു ചോദ്യം എനിക്ക് തീരെ അങ്ങോട്ട് യോജിക്കാൻ പറ്റിയിട്ടില്ല. അതിനെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അജിൻ ഈ വീഡിയോ കാണുവാണെങ്കിൽ വേറെ രീതിയിലൊന്നും പേഴ്സണലി ഒന്നും എടുക്കേണ്ട കാര്യമില്ല. എനിക്ക് ആ ഒരു ചോദ്യം, എനിക്ക് അജിൻ ചോദിച്ച ചോദ്യത്തോട് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്താണെങ്കിലും ആ ഒരു ഇന്റർവ്യൂവിന്റെ അവസാനമായപ്പോൾ ഈ മനീഷ ചേച്ചിയും ഒരു വഴക്കുണ്ടാക്കിയാണ് അവിടുന്ന് പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പൊ എന്താണെങ്കിലും എന്താണ് ആ ചോദ്യം എന്നൊക്കെ നമുക്ക് കാണാം. അതിനു മുമ്പ് ചേച്ചി ഈ ഒരു ഹേമ കമ്മിറ്റി വിഷയത്തെ പറ്റി ജസ്റ്റ് ഒരു കുഞ്ഞൊരു കാര്യം പറയുന്നുണ്ട്. അതിനുശേഷം ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ആദ്യം ഇത് കണ്ടു. കാരണം എന്ന് വെച്ചാൽ അവരവരുടെ അനുഭവങ്ങൾ അവരവർക്കേ അറിയുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ജെനുവിനായിട്ടുള്ള ഇരകൾക്ക് നീതി കിട്ടട്ടെ, അതിലെ പ്രതികൾക്ക്, കൃത്യമായിട്ടുള്ള പ്രതികൾക്ക് അതിൻ്റെ ശിക്ഷയെ ലഭിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ വേറൊരാളെ നമുക്ക് കുറ്റം പറയാനോ, അപ്പം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാലല്ലേ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരും ഈ ഒരു ഹേമ കമ്മിറ്റി വിഷയമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോൾ നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ജെനുവിനായിട്ട് വന്ന ആളുകൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള നീതി കിട്ടണം. അതല്ലാതെ നമ്മളിപ്പോൾ കാണുന്നുണ്ട് ഒരുപാട് ആളുകൾ, ഒരുപാട് സ്ത്രീകൾ പല ഫേക്ക് അലിഗേഷൻസും കൊണ്ട് വരുന്നുണ്ട്. അതൊക്കെ പ്രൂവായി ഈ ഫേക്ക് അലിഗേഷനും കൊണ്ട് വന്നവർക്കും കൂടെ പണി കിട്ടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്നാൽ അതിൻ്റെ ഒപ്പം ഈ ജെനുവിനായിട്ട് വരുന്നവരുടെ കേസുകൾ മുങ്ങിപ്പോകാതെ അവർക്ക് ഇവിടുത്തെ നിയമം നടപ്പായി കിട്ടണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഞാനിവിടെ അങ്ങ് പറഞ്ഞിട്ട് പോവാം. അതായത് ആ ചേച്ചി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ചേച്ചി പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടെങ്കിൽ മാത്രമല്ല എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറ്റൂ എന്നുള്ളത്. അതായത് ചേച്ചിക്ക് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് എന്തെങ്കിലും മോശം അനുഭവങ്ങളോ, ചേച്ചിയുടെ റൂമിന്റെ കഥ ആരെങ്കിലും തട്ടുവോ, അങ്ങനെ എന്തെങ്കിലും ചേച്ചിക്ക് പേഴ്സണലായിട്ട് അനുഭവം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ചേച്ചിക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റൂ എന്നുള്ളത് ചേച്ചി ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ചേച്ചിക്ക് പ്രത്യേകിച്ച് അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് അതിനകത്തൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ചേച്ചി ഇവിടെ പറഞ്ഞിട്ടും ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അജിൻ ചോദിക്കുന്നത് എന്താണ് നിങ്ങളൊന്ന് നോക്കിക്കേ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങ് പൊട്ടും. ചേച്ചി ഇപ്പം വാതിലുകൾ മുട്ടുന്ന കാലഘട്ടമല്ലേ. അപ്പം ചേച്ചി തന്നെ ഇന്റർവ്യൂ പറയുകയുണ്ടായി, എനിക്കാണെങ്കിൽ പോലും പല അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി. ഇത്ര അമേരിക്കയിലും ഇത്ര സ്റ്റേജ് പ്രോഗ്രാമും ചെയ്യുന്ന മനീഷ എന്ന ആക്ട്രസിന് എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകൾ അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ? എന്ത്? അതായത് ചേച്ചി തന്നെ പറയുകയുണ്ടായി, അമേരിക്കയാണെങ്കിൽ പല സ്റ്റേജ് പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്തു, നല്ല നല്ല ബന്ധങ്ങൾ ചേച്ചിക്കുണ്ട്. എന്നിരുന്നാലും കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ ചേച്ചിക്ക് പറ്റാത്തതുകൊണ്ട് പല അവസരങ്ങളും നഷ്ടമായിട്ടുണ്ട്. അപ്പൊ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക, മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക, ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി തുറന്നു കൊടുത്തിട്ടുണ്ടോ? എന്തോടെ ചോദിക്കുന്നത്? ആ ഒരു ചോദ്യമാണ് ഈ ഇന്റർവ്യൂവിന്റെ മൊത്തം. അത്രയും നേരം നല്ല രീതിയിൽ വന്നുകൊണ്ടിരുന്ന ചോദ്യം, ഇവന്റെ ഈ ഒരു ചോദ്യത്തിൽ സത്യം പറഞ്ഞാൽ ഇല്ലാതെയായിപ്പോയി. ഈ ഇന്റർവ്യൂ നിങ്ങൾ അധികം പേര് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അധികം റീച്ച് ആയിട്ടില്ല ഈ ഒരു ഇന്റർവ്യൂ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ കാണുന്നവരെല്ലാരും, ഞാൻ ഈ ഒരു ഇന്റർവ്യൂവിന്റെ കമന്റ് ബോക്സ് നോക്കി, എല്ലാവരും അതിനെ നല്ല പച്ചത്തെറി പറഞ്ഞേക്കുക. അതിനുള്ളൊരു കാര്യം ഇവന്റെ ഈ ഒരു ചോദ്യമാണ്. ചോദ്യത്തിന്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈക്ക് അവന് കുറച്ചും കൂടെ ഡീസന്റ് ആയിട്ടൊരു ആ ചോദ്യം ചോദിക്കായിരുന്നു. ചേച്ചിയുടെ വാതിലിൽ ആരെങ്കിലും വന്ന് മുട്ടിയിട്ടുണ്ടോ, ചേച്ചിയോട് മോശമായിട്ട് ആരെങ്കിലും ബിഹേവ് ചെയ്തിട്ടുണ്ടോ സിനിമ ഇൻഡസ്ട്രിയിൽ ചേച്ചി വർക്ക് ചെയ്യുമ്പോൾ എന്നുള്ള രീതിയിൽ ചോദിക്കായിരുന്നു. അതുകൊണ്ടാണോ ചേച്ചിക്ക് ഒരുപാട് അവസരങ്ങൾ ഇല്ലാത്തത്? ഇതവൻ ചോദിച്ച ചോദ്യം നിങ്ങൾ കേട്ടല്ലോ. മുട്ടി ചേച്ചി തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്നുള്ള രീതിയിലാണ് അവൻ ചോദിക്കുന്നത്. ചേച്ചി അത് എനിക്കത് പറയാൻ തന്നെ താല്പര്യമില്ല. ആ ഒരു ചോദ്യം അവൻ ഉദ്ദേശിച്ച പൊരുൾ എന്താന്ന് നമുക്ക് മനസ്സിലായി, പക്ഷെ അത് ചോദിക്കേണ്ട രീതി അതല്ലായിരുന്നു. ആ ചേച്ചി തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ആ ചോദ്യം കേട്ടപ്പോഴത്തേക്ക് ഒന്ന് വണ്ടറായിപ്പോയി.
അത് എന്തുകൊണ്ടാണെന്ന് ബാക്കി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അല്ല, ചേച്ചി തന്നെ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ്ഡ് ആണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അജിനെ, എന്നെ അറിയാവുന്ന ആളല്ലേ നീ? അല്ലേ? എന്നെ നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ? അതെ. ആ, അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണോ? അല്ല ചേച്ചി, അവസരത്തിന് വേണ്ടി അവസരത്തിന് വേണ്ടി തുറന്നു വരാനാണെങ്കിൽ ഞാനിപ്പോ ഇന്ന് ഒരു 100ാമത്തെ സിനിമ ഞാനിപ്പോ ഇവിടെ ആഘോഷിച്ചേനെ. എന്ത് ഊളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത്? അജിന്റെ പല ഇന്റർവ്യൂസും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുമാതിരി അല്ല, ഞാൻ ഒരു മിനിറ്റ് നിക്ക് ഒരു മിനിറ്റ് എന്നല്ല, ഇത്രയും ദേഷ്യപ്പെടാനല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇത്ര എക്സ്പീരിയൻസ് ചേച്ചിക്കുണ്ട്. മുട്ടുമ്പോ തുറക്കുന്നതാണോ എക്സ്പീരിയൻസ്? എന്ത് മണ്ടൻ ഒരു ചോദ്യമാണ് അവൻ ചോദിച്ചത്. ഓക്കെ, പക്ഷെ ഇപ്പൊ വീണ്ടും അവൻ അതിനെ ഒന്ന് ഓവർകം ചെയ്ത് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അവന്റെ ആ ചോദ്യം ശരിയാണെന്ന് കാണിക്കാൻ വേണ്ടി അവൻ പറയുന്നത് നിങ്ങൾ കേട്ടോ. ചേച്ചി ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളല്ലേ. ഈ ചേച്ചിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളത് നീ ഇവിടെ പറയേണ്ട കാര്യം എന്താ അച്ഛൻ? സിനിമയിൽ അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതും അവർക്ക് ഇങ്ങനെ ഒരു സാധനം നേരിട്ടുണ്ടോ എന്ന് നിനക്ക് ചോദിക്കാം, വളരെ മാന്യമായിട്ട് നിനക്ക് ചോദിക്കാം. ചേച്ചിക്ക് അവസരം കിട്ടാൻ വേണ്ടി ചേച്ചി തട്ടിയപ്പോൾ തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് കുറച്ചുകൂടെ മാന്യമായിട്ട് നിനക്കത് ചോദിക്കാമായിരുന്നു, പ്രത്യേകിച്ച് ഒരു സ്ത്രീയോട് ചോദിക്കുമ്പോൾ. ഓക്കെ, നിനക്ക് ആ ചേച്ചി തന്നെ പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ അറിയാം, നിങ്ങൾ തമ്മിൽ പേഴ്സണലി അറിയാം, നിങ്ങൾ തമ്മിൽ നല്ല കണക്റ്റഡ് ആണ്. നിനക്കറിയാവുന്ന ഒരാളോട് ഇങ്ങനെയാണോ അച്ഛൻ നീ ചോദിക്കുന്നത്? അതോ ഇനിയും ജനങ്ങളിലേക്ക് ആ ഒരു വീഡിയോ സ്പ്രെഡ് ആവാൻ, കുറച്ചും കൂടെ നിനക്ക് വൈറൽ ആവാൻ വേണ്ടി നീ എന്തും ചോദിക്കും എന്നാണോ? പ്രത്യേകിച്ച് അറിയാവുന്ന ഒരാളോട്. ആ ചേച്ചിയും പറയുന്നു, നീയും സമ്മതിക്കുന്നു നിങ്ങൾ പേഴ്സണലി അറിയാവുന്ന ആൾക്കാരാണെന്ന്. എന്നിട്ട് നീ ആ ചോദ്യം ഇപ്പൊ അറിയാത്ത ഒരാളോട് നീ ചോദിച്ചു, ഓക്കെ ഞാൻ വിടുന്നു, നിന്റെ വിവരം എന്തോ ആയിക്കോട്ടെ വിട്ടുകളയുന്നു, പക്ഷെ നിനക്ക് അറിയാം, എന്നിട്ടും നീ ആ ഒരു സാധനത്തെ ഇങ്ങനെ കുത്തിത്തിരിപ്പി ചോദിക്കണമെങ്കിൽ നീ കണ്ടന്റും വൈറലും ഒന്ന് നിന്റെ ആ ഒരു ഫേസ് ഒന്ന് ആൾക്കാരിലേക്ക് എത്താൻ, അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, എങ്ങനെ വേണമെങ്കിലും എത്താൻ എല്ലാവരും ഇവിടെ എന്തും ചെയ്യുന്നുണ്ട്. ഓക്കെ, സമ്മതിക്കാം. പക്ഷെ ഫ്രണ്ടിലിരിക്കുന്ന ഒരു സ്ത്രീയാണ്, അതും നിനക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു സ്ത്രീയാണ്. നീ അപ്പം നിനക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു സ്ത്രീക്ക് എന്തോരം വിലയാണ് കൊടുക്കുന്നത്? അതാ എൻ്റെ നിന്നോടുള്ള ചോദ്യം. നിനക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു സ്ത്രീക്ക് ഇത്രയും വില നീ കൊടുക്കുന്നുള്ളോ? അതോ ഇനി അവരൊരു ആക്ട്രസ് ആയതുകൊണ്ടാണോ? എന്ന് വെച്ചാൽ സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല അച്ഛൻ ഇത് നടക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല, വീഡിയോ കാണുന്ന നിങ്ങൾ പറ, സിനിമ ഇൻഡസ്ട്രി, ഞാനത് ആദ്യം തൊട്ടേ ഈ ഒരു ഇഷ്യൂ ആണെന്നപ്പോൾ പറയുന്നതാണ്, സിനിമ ഇൻഡസ്ട്രി മാത്രമൊന്നും അല്ല ഇത് നടക്കുന്നത്, എല്ലായിടത്തും നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരോടും നിനക്ക് അറിയാവുന്ന പേഴ്സണലി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളോടും നീ ഈ രീതിയിലായിരിക്കുമോ ചോദിക്കുന്നത്? നിങ്ങൾ അവിടെ നിന്ന് പോകാൻ വേണ്ടി നിനക്ക് വന്ന് മുട്ടി ഉടനെ തുറന്നു കൊടുത്തോണ്ടാണോ നിങ്ങൾ ബാക്കി ആണോ? എല്ലാവരുടെ എക്സ്പീരിയൻസ് അതാണോ? അങ്ങനെയാണെങ്കിൽ അവസരങ്ങളില്ലാതെ മനീഷ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഇവിടെ ഇരിക്കത്തില്ല. മനസ്സിലായോ? ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിരുത്തുമ്പോ നിങ്ങളുടെ മാധ്യമങ്ങൾക്ക്, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പ്രത്യേകിച്ച് നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറച്ച് കൂടുതലാണ്. അത് വൈറൽ ആവാനാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല. അത് വൈറലാവാൻ വേണ്ടി തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലാതെ എന്തിനെങ്കിലും വേണ്ടി. പേഴ്സണലി ഞാൻ വീണ്ടും പറയുകയാണ്, പേഴ്സണലി അറിയാവുന്ന ഒരാളോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുവാരെങ്കിലും, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് അത്രയ്ക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളോട് നിങ്ങൾ ഈ ഒരു ചോദ്യം ചോദിക്കുമോ? ഇത്തിരി നമുക്കൊന്ന് അറയ്ക്കും, നമുക്ക് അറിയാവുന്ന ഒരാളോട് ഈ ഒരു ചോദ്യം ചോദിക്കാം. എന്നിട്ട് നമ്മൾ ചോദിക്കുന്നത് എന്തിനാണ്? അത് 10 പേര് കാണുന്നുണ്ട്, അപ്പൊ കാണുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചും കൂടെ ഞാൻ കുറച്ചും കൂടെ ഒന്ന് വൈറലായി കിട്ടാൻ വേണ്ടി, അതിനു വേണ്ടിയിട്ട് തന്നെയാണെന്നാണ് എനിക്ക് എന്തായാലും തോന്നുന്നത്. നിങ്ങൾ പറയിനി. ഓക്കെ, ബാക്കി. ഞാനിവിടെ വന്നത് നീ കണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോവാത്ത ഒരാളാണ് എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് പോകാൻ പേടിച്ചിട്ടല്ല. ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോവാത്ത ആളെന്ന് ഞാൻ പറയുന്നില്ല. അമേരിക്കയിൽ ഞാൻ ഒറ്റയ്ക്കാണ്. അല്ല, എന്തിനാണ് അങ്ങനെ ഒരു ന്യായീകരണത്തിന്റെ ആവശ്യം? എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം? എന്തിനാണ് ഇപ്പോഴല്ലേ ന്യായീകരണം വന്നത്? എന്ത്? ഞാൻ ചോദിച്ചു മുട്ടി തുറന്നിട്ടുണ്ടോ ചോദിച്ചാൽ തുറന്നിട്ടില്ലെങ്കിൽ ഇല്ലെന്നൊരു ആൻസർ അല്ലേ ഞാൻ പ്രതീക്ഷിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ചോദ്യമേ ഇവിടെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം എന്തിനാണ്? നിങ്ങൾ ആളുതരം കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കൂ അജിനെ. അജിൻ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ. ചേച്ചിയോട് ആ ഒരു ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് ചേച്ചി തിരിച്ച് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല ഇത് മാത്രം പറയുമെന്നാണ് അജിൻ വിചാരിച്ചത്. പക്ഷെ അജിൻ, നീ മാന്യമായിട്ടാണ്, നീ കുറച്ചും കൂടെ ചേച്ചിക്ക് അങ്ങനെയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ചേച്ചിക്ക് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ, ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നെങ്കിൽ ചിലപ്പോൾ ചേച്ചി ഒറ്റ വാക്കി പറഞ്ഞേനെ, ഇല്ലടാ എനിക്ക് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞേനെ. മനസ്സിലായില്ലേ? നിന്റെ ചോദ്യം അത് ശരിയായില്ല. അത് കേൾക്കുന്ന, പ്രത്യേകിച്ച് നിനക്കറിയാവുന്ന ഒരാളോട് ചോദിക്കുമ്പം റിയാക്ട് ചെയ്യാവുന്നതിന്റെ ഏറ്റവും ചെറിയ രീതിയിലാണ് ആ ചേച്ചി റിയാക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയുള്ളൂ.
ആ ചേച്ചി തന്നെ ഈ വീഡിയോയുടെ അവസാനം, ഞാൻ അത് വെക്കുന്നില്ല, അതിന്റെ അവസാനം ചേച്ചി പറയുന്നുണ്ട്, എനിക്ക് കുറച്ചും കൂടെ പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരാളാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അടിച്ച് ചെവിക്കല് പൊട്ടിച്ചേരുന്നു. ഇവർക്ക് അറിയാം, പക്ഷെ എന്നാലും അത്രയ്ക്ക് ഭയങ്കര ഇൻഡീപ്പായിട്ട് ഡെയിലി കോണ്ടാക്ട് ഉള്ള രണ്ട് വ്യക്തികളായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും ചേച്ചി അടിച്ച് ചെവിക്കല് പൊട്ടിക്കാന്, ഇല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിച്ചേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അറിയാവുന്ന ഒരാളോട് അങ്ങനെ അല്ലാതെ ചുമ്മാ വൈറലാവാൻ വേണ്ടിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണോ വേണ്ടത്? മുട്ടിയിട്ട് തുറന്നിട്ടുണ്ടോന്ന്? ഇത് തന്നെയല്ലേ ഓരോരുത്തരും ഓരോ അലിഗേഷൻസ് ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത്. പിന്നെ വേറൊരു കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, അനാവശ്യമായിട്ട് വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല എന്നെ പോലുള്ളവര്. ഞാൻ അങ്ങനത്തെ ആളല്ല. എന്നാലും ഇത്രയും സിനിമകളിൽ അഭിനയിച്ചു, ഇത്രയും പാട്ടിൽ, എത്ര സിനിമകളിൽ അഭിനയിച്ചു? ഇത്രയും ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നത്, ഞാൻ ചോദിച്ച ചോദ്യമാണ് തെറ്റ്. എത്ര സിനിമകളിൽ അഭിനയിച്ചു? ഞാൻ ചോദിച്ച ചോദ്യത്തിലാണോ തെറ്റ്? ഉറപ്പായിട്ടും. നിങ്ങൾ മുട്ടി തുറന്നിട്ടുണ്ടോ? അതെന്ത് ചോദ്യമാണ്? അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോന്നല്ലേ ഞാൻ ചോദിച്ചത്. അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ന് ഒരു സ്ത്രീയുടെ അടുത്ത്, പ്രത്യേകിച്ച് എന്നെ പോലുള്ള ഒരാളുടെ അടുത്ത്, എക്സ്ക്യൂസ് മീ, സ്ത്രീക്കാണല്ലോ മുട്ടലും തുറക്കപ്പെടലും ഒക്കെ. എന്നാലും പുരുഷന് സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ നടക്കുന്നത് എന്താണ്? ഇപ്പൊ ചോദിച്ച ചോദ്യത്തില് പുരുഷൻ തുറന്നു കൊടുത്തതല്ലോ, പുരുഷന് വേണ്ടി സ്ത്രീ തുറന്നു കൊടുത്തതല്ലേ? ഞാൻ ചോദിക്കുന്നത് അതിനുള്ള ആൻസർ ഞാൻ പ്രതീക്ഷിച്ചത് അജിനെ ഞാൻ തുറന്നു കൊടുത്തിട്ടില്ല. ഞാൻ ചോദിക്കാൻ തന്നെ കാരണം നമ്മൾ തമ്മിൽ ആ ഒരു ബന്ധം ഉള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ അജിന്റെ അടുത്ത് ചോദിക്കുന്നത്. നമ്മൾ തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന് അജിൻ തന്നെ പറഞ്ഞല്ലോ. ആ അജിൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചോദ്യം എന്റെ അടുത്ത് ചോദിക്കുക? അങ്ങനത്തെ ഒരു ചോദ്യം നമ്മൾ തമ്മിൽ ഇത്ര പരിചയമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചോദ്യം എന്റെ അടുത്ത് ചോദിക്കുക? അജിൻ പറ. അങ്ങനെ ഞാൻ തുറന്നു കൊടുത്ത് അവസരങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ, ഇതിന് മുന്നേ ഉള്ള ഇന്റർവ്യൂകളിൽ അജിൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് അവസരങ്ങൾ പലയിടത്തും നഷ്ടപ്പെടുന്നുള്ളത്. എങ്ങനെ നഷ്ടപ്പെടും അങ്ങനെയാണെങ്കിൽ? അല്ല, ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ചേച്ചി പറയുന്നത് അവസരങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ലെന്നങ്ങ് പറഞ്ഞാൽ പോരെ? അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അജിനെ, പ്രത്യേകിച്ച് നിന്നെ പോലുള്ള ഒരാളുടെ അടുത്ത്. ഇല്ലേ, നമ്മൾ തമ്മിൽ മുൻ പരിചയമുള്ള ആൾക്കാരാണ്, നമ്മൾ തമ്മിൽ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇങ്ങനെ ഒരു അലിഗേഷൻ അപ്പുറത്ത് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് അമ്മയുടെ അടുത്ത് ചോദിക്കോ ഇങ്ങനെ? വീട്ടിൽ പോയിട്ട് പെങ്ങളെടുത്ത് ചോദിക്കോ ഇങ്ങനെ? എന്റെ പെങ്ങളും അമ്മയൊന്നും സിനിമയിലില്ല. സിനിമയിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും സ്ത്രീ ആണോ? എന്റെ വീട്ടുകാർ സിനിമയിലില്ല. ഞാൻ ചോദിക്കുന്നത് സ്ത്രീകളാണോ? ഞാൻ ചോദിക്കുന്ന മനീഷ എന്ന് പറഞ്ഞ അമ്മയോടല്ല, മനീഷ എന്ന ആക്ട്രസിനോടെ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അവിടെ വീട്ടിലിരിക്കുന്ന എന്റെ വീട്ടുകാരെ വിളിക്കേണ്ട ഒരാവശ്യമില്ലെന്നേ. എക്സ്ക്യൂസ് മീ, ഇവിടെ ഇരിക്കുന്ന അല്ലേ? അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തില തെറ്റ്. ചോദ്യത്തിൽ ഉറപ്പായിട്ട് തെറ്റാണ്. നിങ്ങൾ നോക്കി കണ്ടു ആൾക്കാരോട് ചോദിക്കും. ചോദ്യം മാറ്റാം. ഓക്കെ, എന്ത് ചോദ്യം മാറ്റാം? ഞാനൊന്നുമില്ല. ഒരു അറാമ്പറപ്പ് ചോദ്യം ചോദിച്ചിട്ട് പിന്നെ ചോദ്യം മാറ്റാതോ? എടാ മോനെ, അവിടെ തന്നെ നീ ഇല്ലാതെയായി. ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റണം ആദ്യമേ, മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ ആ ചോദ്യം ചോദിക്കാൻ പോകരുത്. ഒരു ചോദ്യം, ഒരു ഇന്റർവ്യൂ അല്ലേ, നീ ആ ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ചോദ്യം മോശമായിട്ടുള്ള ഒരു ചോദ്യമാണെങ്കിൽ ചോദിക്കരുത് ആദ്യമേ. ചോദിച്ചതിന് ശേഷം ലാസ്റ്റ് അവരോട് പറയുന്നു ആ ചോദ്യം നമുക്ക് വിട്ട് കളഞ്ഞേക്കാന്ന്. അത് തന്നെ നിന്റെ ഒരു തോൽവിയോടെ നീ സമ്മതിക്കുകയായിരുന്നു. പിന്നെ ചേച്ചി നിന്റെ അമ്മയ്ക്കും നിന്റെ അമ്മയോടും പെങ്ങളോടും അത് പോയി ചോദിക്കുക എന്ന് ചോദിച്ചപ്പോ മോന് പൊട്ടിയില്ലേ? നല്ല വൃത്തിക്ക് പൊട്ടിയില്ലേ? നീ ആദ്യമേ പറയുന്നുണ്ട് ഇവർ ആക്ട്രസ് ആയതുകൊണ്ടാണ് നീ ആ ചോദ്യം ചോദിച്ചതെന്ന്. അതുപോലെ തന്നെ നീ ആദ്യമേ പറയുന്നുണ്ട് എന്താണ് പരിചയമുള്ളതുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന്. അപ്പൊ എനിക്കൊരു ഡൗട്ടാണ്, നിനക്ക് ഇവരെ അറിയാവുന്നതിനെക്കാട്ടിലും കൂടുതൽ നിനക്ക് നിന്റെ അമ്മയും പെങ്ങളെ അറിയാം. അമ്മയെ വിടുക, നിന്റെ പെങ്ങള് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണ്, അവിടെ സ്ഥിരമായിട്ട് ആ കുട്ടി പെർമനന്റ് ആവുന്നു, ജോലി നിന്നങ്ങ് പോവുകയാണ്, അവിടെ നിന്ന് പോകുന്നു. ഞാൻ വേറെ രീതിയിലും അല്ല പറയുന്നത്, ഒരു എക്സാമ്പിൾ വൈസ് അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും നിന്റെ വെച്ച് ഞാൻ പറയുന്നില്ല, എനിക്ക് നിന്റെ അത്രയും ഇത് പോകണ്ട. വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പെങ്ങള് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്, ആ കുട്ടി അവിടെ സ്ഥിരമായി അവിടെ ജോലി നിന്ന് പോകുന്നു. ആ വ്യക്തി ആ പെൺകുട്ടിയോട്, അതായത് ഈ ചേട്ടൻ, വേറെ ഞാൻ പേര് പറയാത്ത ആ ഒരു വ്യക്തി എ എന്ന് വെച്ചോ അല്ലെങ്കിൽ എക്സ് എന്ന് വെച്ചോ, ആ എക്സിന്റെ പെങ്ങളോട് പോയി ചോദിക്കുകയാണ്, മോളെ നീ അവിടെ സ്ഥിരം ജോലിക്ക് നീ ഇപ്പം സ്ഥിരം ആയല്ലോ, അവിടെ നീ ആ സ്ഥിരം നിനക്ക് ആകാൻ കാരണം നീ അവിടെ ആരെങ്കിലും മുട്ടിയപ്പോ തുറന്നു കൊടുത്തത് കൊണ്ടാണോ എന്ന് ആ പെങ്ങളോട്, ആ പെങ്ങളുടെ ചേട്ടനായിട്ടുള്ള എക്സ് പോയി ചോദിക്കുവോടാ മോനെ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ അല്ലെങ്കിൽ അത് കേൾക്കുന്നവര് ഇല്ലാത്തവൻ എന്നല്ലേ അവനെ വിളിക്കത്തുള്ളൂ. അത്രയല്ലേ ഉള്ളൂ. അതേ ആ ചേച്ചി ഇവിടെ നിന്നോട് ചോദിച്ചിട്ടുള്ളൂ. നിനക്ക് പൊട്ടി. അപ്പൊ നീ പറയുന്നത് എന്റെ അമ്മയും പെങ്ങളും ആക്ട്രസ് അല്ല. ഇത് സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ലടാ നടക്കുന്നത്. നീ ഒരു ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നതിനെ ഫസ്റ്റ് അതൊന്ന് മനസ്സിലാക്ക്. ഓക്കെ, പിന്നെ ചോദിച്ച ചോദ്യം അത് ഏറ്റവും വൃത്തികെട്ട രീതിയിൽ നീ ചോദിച്ചു. മാന്യമായിട്ട് നിനക്ക് ചോദിക്കാമായിരുന്നു. മാന്യമായിട്ട് നീ ആ ഉദ്ദേശിച്ച രീതിയിൽ ചേച്ചി നീ ആദ്യം തൊട്ട് പറയുന്നുണ്ട് നീ ഒരൊറ്റ ഉത്തരമാണ് നീ പ്രതീക്ഷിച്ചത്, ഇല്ല അല്ലെങ്കിൽ ഉണ്ട്. നീ അത് മര്യാദയ്ക്ക് ചോദിച്ചായിരുന്നെങ്കിൽ ചേച്ചി ആ ഉത്തരം നിനക്ക് തന്നേനെ, ഇല്ല എന്നുള്ളത്. മനസ്സിലായില്ലേ? അവരുടെ വാതിക്കൽ ആരെങ്കിലും മുട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഉണ്ടെന്ന് അവർ പറഞ്ഞേനെ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് അവർ ആദ്യമേ പറഞ്ഞേനെ. നീ പക്ഷെ ചോദിച്ച രീതി, അത് നീ ചോദിച്ചതേ തെറ്റ്. എന്നിട്ട് ലാസ്റ്റ് നീ വെറും വൃത്തിയുടെ രീതിയിലാണ് നിന്റെ അവസാനം നീ അതിന്റെ ഈ ഒരു ഇന്റർവ്യൂവിന്റെ നീ കൊണ്ടെത്തിച്ചത്.
അത് വളരെ മോശമായി പോയി. എൻ്റെ ഒരു അഭിപ്രായമാണത്. എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഓക്കെ, പിന്നെ നീ നിലനിൽപ്പിന് വേണ്ടി നീ ലാസ്റ്റ് അവരെ വെറുപ്പിച്ച് വിടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ചോദ്യം നീ ക്യാൻസൽ ചെയ്തു എന്നൊക്കെ പറയുന്നു. കാണുന്നവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അധികം പേര് ഈ ഒരു ഇന്റർവ്യൂ കാണാത്തത് നിന്റെ ഭാഗ്യം. ഉള്ള കാര്യം ഞാൻ പറയാലോ, അധികം പേര് ഈ ഒരു ഇന്റർവ്യൂ കാണാത്തത് ഭാഗ്യം. ഇല്ലെങ്കിൽ നിന്റെ വില ഇടിഞ്ഞേനെ, ഉറപ്പായിട്ടും ഇടിഞ്ഞേനെ. ഇത് ബാക്കി നമ്മൾ ഒരുപാട് കോൺട്രവേഴ്സികൾ ഇന്റർവ്യൂസിനകത്ത് കണ്ടിട്ടുണ്ട്. പല ഇന്റർവ്യൂവിന് വരുന്ന ആൾക്കാരും ആങ്കേഴ്സും തമ്മിൽ ഫൈറ്റ് ഉണ്ടായി പോകുന്നതൊക്കെ. ഓക്കെ, പക്ഷെ അവിടെ ഒന്നും ചോദിക്കുന്ന ചോദ്യം തെറ്റായി പോയി എന്ന് ലാസ്റ്റ് ഒരു ആങ്കർ ഓപ്പൺ ആയിട്ട് പറയുന്നില്ല, ആ ചോദ്യം വിട്ട് കളഞ്ഞേക്കാമെന്ന് പറയുന്നില്ല. നീ നിന്റെ ഈ ഇന്റർവ്യൂവിൽ നീ അതും ചെയ്തു. അതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത്, ജനങ്ങൾക്ക് കാണുന്ന എനിക്കൊക്കെ മനസ്സിലാവുന്നത്, നീ ചോദിച്ചത് തെറ്റാണെന്ന് നിനക്ക് മനസ്സിലായി, നീ ലാസ്റ്റ് അതങ്ങ് വിട്ടുകളയുക. എന്നിട്ട് അങ്ങനെ നീ വിട്ടുകളയുന്ന ഒരുത്തനായിരുന്നെങ്കിൽ എന്തിന് പിന്നെ അത്രയും നേരം എന്ന് അവരോട് തർക്കിച്ചുകൊണ്ടിരുന്നു? നിന്റെ അമ്മയും പെങ്ങളെയും വെച്ച് അവർ ചോദിച്ചപ്പോൾ എന്തിന് നീ അവിടെ എൻ്റെ അമ്മയും പെങ്ങളും സിനിമയിലുള്ളവരല്ല, അതുകൊണ്ട് നീ എന്തറിഞ്ഞിട്ടാ ഇന്റർവ്യൂവിന് വന്നിരുന്നത്? അപ്പോ ആദ്യമേ ഹേമ കമ്മിറ്റി വിഷയമായിട്ട് നീ സംസാരിക്കുക, ഒരാളെ ഇന്റർവ്യൂവിന് കൊണ്ട് നിർത്തുമ്പോൾ നീ ആദ്യമേ ജസ്റ്റ് കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമയിൽ വന്നു, പക്ഷെ ഇത് സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല നടക്കുന്നത്, പുറത്തുമാണ്. അത് അറ്റ്ലീസ്റ്റ് അത് നീ ഒന്ന് മനസ്സിലാക്കണമായിരുന്നു. എന്നിട്ട് പേഴ്സണലി അറിയാവുന്ന ആൾക്കാരോട് ഇങ്ങനെയുള്ള വൃത്തികേടുകൾ ചോദിക്കുന്നത് തെറ്റാണെന്ന് കൂടെ നീ ഒന്ന് മനസ്സിലാക്കണമായിരുന്നു. ഇത് രണ്ടും നിനക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിന്റെ ഇന്റർവ്യൂ ഫ്ലോപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പറയുക, ഇവൻ ഈ ചോദിച്ചതും ഒക്കെ ശരിയായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഞാനും പറഞ്ഞില്ലേ, അവൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, പക്ഷെ അവൻ ചോദിച്ച രീതി അതൊക്കെ വളരെ മോശമായി പോയി. ഓക്കെ, എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഇതാണ്. നിങ്ങളുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.